ഹലോ. കഴിഞ്ഞ ദിവസം വായിച്ചൊരു കഥയാണേ. ഒരു കാട്ടിലൊരു മജീഷ്യൻ വന്നു. ആ മജീഷ്യന് എല്ലാ മൃഗങ്ങളോടും പറഞ്ഞു, നിങ്ങൾ എനിക്ക് ഒരു കുപ്പി സോൾട്ട് വാട്ടർ കൊണ്ട് തന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഒരു മാജിക് പവർ തരാമെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെയുള്ള കുളങ്ങളെല്ലാം ഞാൻ 5 മിനിറ്റിനുള്ളിൽ വറ്റിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പം മൃഗങ്ങളെല്ലാവരും ഓടി കുപ്പിക്കകത്ത് വെള്ളം പിടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറേ പേർക്കൊക്കെ വെള്ളം കിട്ടി. അങ്ങനെ ഏറ്റവും ഫാസ്റ്റായിട്ട് ഓടിയത് ചീത്തയായിരുന്നു. അങ്ങനെ ചീത്ത കൊണ്ട് കൊടുത്തു, മാജിക്കൽ പവർ കിട്ടി, സന്തോഷമായി. അങ്ങനെ പുറകെ എല്ലാ മൃഗങ്ങളും ഓടി, അവർക്കെല്ലാം മാജിക് പവർ കിട്ടി. അന്നേരത്തേനുണ്ടല്ലോ പാവം ആമ പതിയെ നടന്ന് പോവുക. അപ്പോൾ ചുറ്റുമുള്ള എല്ലാ മൃഗങ്ങളും അതിനെ കളിയാക്കിക്കൊണ്ടിരിക്കുക. എല്ലാവരും കുത്തുവാക്കുകൾ പറഞ്ഞും അവളുടെ കഴിവില്ലായ്മയെപ്പറ്റി പറഞ്ഞും സ്പീഡില്ലായ്മയെപ്പറ്റി എല്ലാം പറഞ്ഞ് ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. പാവം ആമ അത് കേട്ട് കരഞ്ഞ് ഒരു വിധത്തിൽ റിവറിൻ്റെ വക്കത്തെത്തി. റിവറിൻ്റെ വക്കത്തെത്തിയപ്പോഴത്തേനെന്താ പറ്റിയത്? അന്നേരം ചെന്ന് നോക്കുമ്പം റിവറെല്ലാം വറ്റി, ഒരു തുള്ളി പോലും വെള്ളം എടുക്കാനില്ല. അങ്ങനെ സങ്കടപ്പെട്ടിരുന്ന് കുറച്ച് നേരം കഴിഞ്ഞ് എല്ലാവർക്കും ഒരു സർപ്രൈസ് ആയിക്കൊണ്ട് ഈ ആമ ആ മജീഷ്യന് ഒരു കുപ്പി വെള്ളം കൊണ്ട് കൊടുത്തു. അപ്പം എല്ലാവർക്കും അത്ഭുതമായി, എങ്ങനെ കൊണ്ട് കൊടുത്തു? അപ്പോൾ ആ ആമ പറഞ്ഞു, നിങ്ങളെല്ലാം വിചാരിച്ചു ഞാൻ നിങ്ങളുടെ വർത്തമാനം കേട്ട് കരയുവാണ്. പക്ഷേ ഞാൻ അങ്ങനെയല്ലായിരുന്നു. ഞാൻ കരഞ്ഞത് എൻ്റെ കണ്ണീരിന് ഉപ്പുരസം ഉണ്ടെന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ കരഞ്ഞത്. ആ കണ്ണീരെല്ലാം ഈ ആമ ഒരു കുപ്പിക്കകത്ത് ശേഖരിക്കുമായിരുന്നു ചെയ്തത്. അപ്പം ഇവിടെയാണ് വിസ്ഡത്തിൻ്റെ ഒരു പ്രസക്തി. നമുക്ക് വിസ്ഡം ഉണ്ടെങ്കിൽ നമ്മൾ ഏത് പ്രതിസന്ധി ഘട്ടത്തിലാണെങ്കിലും നമുക്കതിനെ പോസിറ്റീവ് മൈൻഡോടുകൂടി നേരിട്ട് നമുക്കതിൽ നിന്നൊക്കെ വിജയം നേടാൻ സാധിക്കും. എന്തെല്ലാം ഇതിലെ താഴ്ചകളിൽ കൂടെയും വീഴ്ചകളിൽ കൂടെയാണ് നമ്മൾ പോകുന്നതെങ്കിലും നമുക്ക് ആ ഒരു വിസ്ഡം ഉണ്ടെങ്കിൽ നമ്മൾ അതെല്ലാം പോസിറ്റീവായിട്ട് എടുത്ത് നമ്മൾ നമ്മുടെ ആ ഒരു പവർ കൊണ്ട് നമുക്ക് എല്ലാത്തിനെയും അതിജീവിക്കാൻ കഴിയും. അപ്പം ഇതാണ് ഇന്നത്തെ സ്റ്റോറിയുടെ സാരാംശം. നമുക്കെല്ലാവർക്കും ആ ഒരു വിസ്ഡം കിട്ടാൻ വേണ്ടിയും തക്ക സമയത്ത് ആ വിസ്ഡം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.